ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് അഗാരോന്റെ ബോഡി മസാജറാണ്. കുറഞ്ഞ പ്രൈസിൽ നമുക്ക് വാങ്ങാവുന്ന പോർട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് അഗാരോന്റെ ആറ്റം എന്ന ഈ ഒരു മോഡൽ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നേക്കണത്. ABS പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതിൻ്റെ ബോഡി മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കണത്. അഗാരോ എന്നുള്ള ഒരു ബ്രാൻഡിങ് നമുക്കിവിടെ മേളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. 28 വാട്ട്സ് ആണ് ഇതിൻ്റെ മോട്ടറിൻ്റെ പവർ വരുന്നത്. നമ്മുടെ ആപ്സിൽ, നമ്മുടെ ഷോൾഡറിൽ, നമ്മുടെ കയ്യിൽ, നമ്മുടെ കാലുമേയൊക്കെ ഈ ഒരു മസാജർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. 4 മസാജിങ് ഹെഡുകളാണ് ഈ ഒരു മോഡലിൻ്റെ കൂടെ വരുന്നത്. ഫസ്റ്റ് ഫ്ലാറ്റ് മസാജർ ഹെഡ്. പ്രഷർ ഇല്ലാണ്ട് വളരെ സ്മൂത്തായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഹെഡ് യൂസ് ചെയ്യണത്. നമ്മുടെ കഴുത്തിൽ, നമ്മുടെ മുഖത്തൊക്കെ മസാജ് ചെയ്യാനായിട്ട് ഈ ഒരു ഹെഡാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് ബോൾ മസാജ് ഹെഡ്. കുറച്ചുകൂടി പ്രഷർ കൂടിയ രീതിയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബോൾ മസാജ് ഹെഡ് യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഓയിലൊക്കെ തേച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യൂലേ, ആ രീതിയിൽ മസാജ് ചെയ്യണ ടൈമിലും ഈ ഒരു ബോൾ മസാജ് ഹെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് വേവി മസാജ് ഹെഡ്. മൃദുവായ രീതിയിൽ സ്മൂത്തായിട്ട് നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ചെറിയൊരു പ്രഷറോട് കൂടിയൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ഒരു വേവി മസാജ് ഹെഡ് യൂസ് ചെയ്യണത്. നാലാമത്തത് പ്രൊട്ടക്റ്റീവ് മെഷ് കവർ. ഇതെന്തിനാണ് ഉപയോഗിക്കണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മസാജറിലേക്ക് നമുക്ക് ഏത് ഹെഡും കണക്ട് ചെയ്തിട്ട് നമ്മൾ മസാജ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ മുടിയൊക്കെ ഇതിൻ്റെ ആ ഒരു മോട്ടറിലേക്ക് കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി, അതിലേക്ക് കുരുങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രൊട്ടക്റ്റീവ് മെഷ് കവർ യൂസ് ചെയ്യണത്. ഇപ്പം നമ്മൾ ഈ ഒരു മസാജറിലേക്ക് ഏത് ഹെഡും കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലായിട്ട് നമുക്ക് ഈ രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓയിൽ തേച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഈ ഒരു പ്രൊട്ടക്റ്റീവ് മെഷ് കവർ ഉപയോഗിച്ച് മസാജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് ഹെഡുകൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു മോട്ടറിൻ്റെ ഭാഗത്തേക്ക് ഈ രീതിയിൽ പ്രസ് ചെയ്തിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഊരിയെടുക്കാനാണെന്നുണ്ടെങ്കിലും വേറെ ലോക്കൊന്നും വരുന്നില്ല. ചെറിയൊരു പ്രഷർ കൊടുക്കണമെന്ന് മാത്രം. ഊരിയെടുക്കാനാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെ അതിങ്ങനെ വലിച്ച് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മേളിലായിട്ട് തന്നെ നമുക്ക് ഇത്തരത്തിലൊരു നോബ് കാണാനായിട്ട് സാധിക്കും. ആകെ ഈ ഒരു മിഷനിൽ ഈ ഒരു നോബ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഓണാക്കാനും ഓഫാക്കാനും ഇതിൻ്റെ ആ ഒരു പ്രഷർ അത് കൂട്ടാനും വൈബ്രേഷൻ്റെ ഇത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ വേണ്ടിയാണ് ഈ ഒരു നോബ് കൊടുത്തേക്കണത്. 180 സെൻറ്റിമീറ്ററാണ് ഈ ഒരു വയറിൻ്റെ നീളം എന്ന് പറയണത്. പ്ലഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി ഇത് ഉപയോഗിക്കാനായിട്ട് ഇതിൻ്റെ പ്ലഗ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഏത് മസാജിങ് ഹെഡാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹെഡ് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേളിലായിട്ടുള്ള ആ ഒരു നോബ് നമ്മൾ തിരിച്ച് അതിൻ്റെ ആ ഒരു ഓണാക്കുക. അതുപോലെ അതിൻ്റെ ആ ഒരു പ്രഷർ എത്ര സ്പീഡിൽ അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ്റെ ആ ഒരു അളവ്, അതിൻ്റെ പവർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മസാജ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. 15 മിനിറ്റ് മാക്സിമം നമുക്കിത് ഉപയോഗിക്കാവുന്ന സമയം. അതിൽ കൂടുതൽ നേരം നിങ്ങളിത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഈർപ്പം തട്ടുന്ന സ്ഥലങ്ങളിൽ നിങ്ങളിത് വെക്കാൻ പാടില്ല. ഇപ്പോൾ ബാത്റൂമിലൊക്കെ നമ്മളിത് വെക്കാനോ ഇത് ഉപയോഗിക്കാനോ പാടില്ല. അതുപോലെ വെള്ളമൊക്കെ ഇതിൻ്റെ മോട്ടറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആയി പോകും. ഇനി ആർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുവിധം എല്ലാവർക്കും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അധികം ഭാരപ്പെട്ട പണികളൊന്നും എടുക്കാണ്ട് വെറുതെ ഇരിക്കുന്നവരില്ലേ, അപ്പോൾ അവർക്കൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂട്ടാനായിട്ട് നമുക്ക് ഈ ഒരു മസാജർ അടിപൊളിയായിരിക്കും. അത് ഒന്ന് കൊഴുപ്പൊക്കെ ഒന്ന് ഇതാക്കാനായിട്ട്, നമ്മുടെ ശരീരമൊക്കെ ഒന്ന് വാമാവാനായിട്ട്, ഹീറ്റ് ആവാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മസാജർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവർക്കും ഇത് എല്ലാ രീതിയിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് കാറ്റഗറി ഉണ്ട്. പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊന്നും അവർക്കിത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുപോലെ നമുക്ക് ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മസാജറുകൾ നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ത്വക്കിന് എന്തെങ്കിലും അസുഖങ്ങൾ, പിന്നെ സ്കിന്നിനായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർ ആ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. മുറിവുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മസാജറുകൾ ഉപയോഗിക്കുന്നത്, ഇത്
മസാജർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കേസല്ല പറയണത്, മൊത്തത്തിലാണ് പറയണത്. അത്തരത്തിലുള്ള മസാജറുകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് അഗാരോൻ്റെ ആറ്റം എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത്. അപ്പോൾ ഇത്തരത്തിലൊരു മസാജർ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. നല്ല പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് പ്രൈസ് നോക്കിയാലും ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. 1 ഇയർ ഈ ഒരു പ്രൊഡക്റ്റിന് ഫുൾ കവറായിട്ടുള്ള വാറണ്ടിയും വരുന്നുണ്ട്.